Hello, welcome to Aisha's Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എംകോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവർക്ക് എംകോം ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസർച്ച് മെത്തഡോളജീസ് പേപ്പറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. അപ്പോൾ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വരുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ പോർഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് നമുക്ക് സിലബസിനകത്ത് പഠിക്കാനുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജ് വഴിയാണ് ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഏരിയ പഠിച്ചിട്ടില്ല എങ്കിൽ അതൊന്ന് നന്നായിട്ട് പഠിക്കുക. അടുത്ത് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഇന്റർവ്യൂ ഷെഡ്യൂൾ. അപ്പോൾ ഡേറ്റ കളക്ഷന്റെ മെത്തേഡാണ്, അല്ലെങ്കിൽ ഡേറ്റ നമ്മുടെ സാമ്പിളിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ആക്സസ് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്ന് ഇന്റർവ്യൂ വഴിയും നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ വഴിയും ക്വസ്റ്റ്യനെയർ വഴി. ഇത് തമ്മിൽ ഇത് രണ്ടും നമുക്കിങ്ങനെ ബേസിക്കലി നോക്കുമ്പോഴത്തേക്ക് രണ്ടും സെയിം അല്ലേ എന്ന് തോന്നാം, ക്വസ്റ്റ്യനെയറും ഇന്റർവ്യൂ. പക്ഷെ ഇത് തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇന്റർവ്യൂ ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിൽ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ 5 മാർക്കിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്താണെന്നും പഠിക്കുക. അതിന്റെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, അങ്ങനെ ഒരു പോർഷനും കൂടെ ഉണ്ട് നിങ്ങളുടെ സിലബസിൽ. അപ്പോൾ അതും പഠിക്കുക. ഈ ക്വസ്റ്റ്യനെയറും ഇന്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കുക. അടുത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിങ്ങിന്റെ ഏരിയയിൽ നിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സാമ്പിളിംഗ് എന്താണെന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സാമ്പിളിംഗ് എടുത്ത് ചോദിക്കാം. ഇപ്പോൾ കോട്ട സാമ്പിളിംഗ് അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ്, നമുക്കറിയാം അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഈ സാമ്പിളിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഒന്നുകിൽ അഡ്വാൻറ്റേജ് ആയിരിക്കും 5 മാർക്കിന്, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജും, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത. അപ്പോൾ സാമ്പിളിംഗ് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അപ്പോൾ അതിനകത്ത് നിന്ന് ചിലപ്പോൾ എസ്സേക്കും വരും, സാമ്പിളിങ്ങിനകത്ത് നിന്ന് എസ്സേയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സാമ്പിളിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നന്നായിട്ട് നോക്കി വെക്കണം. പിന്നെ പറയുന്നത് വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ, എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഒരു റിസർച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡേറ്റ കളക്ഷനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നുള്ളതും അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഇന്റർപ്രിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയസ് ടെക്നിക്സ് ഏതാണെന്നുള്ളതും ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റിസർച്ച്. അപ്പോൾ ഇത് എസ്സേക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നല്ല ഡീപ്പായിട്ട്, ഇപ്പോൾ ആ സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് മാത്രം നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എസ്സേക്ക്, ഇപ്പോൾ കേസ് ഏതൊരു എസ്സേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് എഴുതാൻ പറ്റും. 5 മാർക്സിനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ടൈമിൽ കുറച്ച് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എറേഴ്സ് ഏതൊക്കെയാണെങ്കിൽ അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എറേഴ്സ് എന്നാണ് ചോദിക്കുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എറേഴ്സ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. അപ്പോൾ എറേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് നോക്കി വയ്ക്കുക. ടൈപ്സ് ഓഫ് എറേഴ്സ് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ഏതെങ്കിലും ഒരു ടൈപ്സ് ഓഫ് എറർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് പറയുന്നത് വാട്ട് ഈസ് റിസർച്ച് പ്രോബ്ലം, എക്സ്പ്ലെയിൻ ഇറ്റ് ഇമ്പോർട്ടൻസ്. അതായത് റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്ക്, അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം പഠിക്കുമ്പോഴത്തേക്കും റിസർച്ച് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ എഴുതാവുന്ന ഒരു 2-3 സെന്റൻസും കൂടെ പഠിക്കുക. അപ്പോൾ ഇപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ കൂടി നമ്മൾ ആദ്യം എന്താണ് റിസർച്ച് പ്രോബ്ലം എന്ന് എഴുതിയിട്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, നമുക്കത് അറിയാമെങ്കിൽ അതും കൂടെ എഴുതുക. അപ്പോൾ അത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ വരുന്നുണ്ട്. അപ്പോൾ റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ സാമ്പിളിംഗ് ആയാലും ഈ എറേഴ്സ് ആയാലും റിസർച്ച് പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള, അപ്പോൾ ആ കാര്യങ്ങൾ ഷുവറായിട്ട് നമ്മൾ പഠിക്കും. അത് പഠിക്കാതെ നമ്മൾ പോകുന്നില്ല അല്ലേ. അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് അതെന്താണെന്ന് ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോഴും എഴുതാൻ രീതിയിൽ പ്രിപ്പയർ ആയി പോവുക. അടുത്തത് വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ, മെൻഷൻ ദ നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ. അടുത്തൊരു കോറൊരു ഏരിയ ആണ് റിസർച്ച് ഡിസൈൻ. ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കുക. റിസർച്ച് ഡിസൈൻ ഒക്കെ ഷുവറായിട്ട് 2 മാർക്സിന് ചോദിക്കും. ഈ റിസർച്ച് ഡിസൈൻ്റെ എന്താണ് ആവശ്യകത, ഒരു റിസർച്ച് ഡിസൈൻ്റെ ആവശ്യകത എന്താണ്, അതിന്റെ നീഡ് അല്ലെങ്കിൽ അതിന്റെ റെലവൻസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസും വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കുക. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഏരിയ നന്നായിട്ട് നോക്കുക.
എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിസർച്ച് ഓൺ ദ ബേസ് ഓഫ് മെത്തേഡ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട് നമുക്ക് സിലബസിൽ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് റിസർച്ച് എസ്സേക്കും ചോദിക്കും. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കി മെത്തേഡ്സിന്റെ ബേസിലുള്ള ടൈപ്പ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് പഠിച്ചിട്ട് പോവുക. അടുത്ത പാടി സ്കെയിലിംഗ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്. അപ്പോൾ ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ട് അല്ലേ, ആ സ്കെയിലിംഗ് വേരിയബിൾ. അപ്പോൾ അങ്ങനെയുള്ള സ്കെയിലിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ ഈ സ്കെയിലിങ്ങിന്റെ ടൈപ്പുകളുണ്ട്, ആ ടൈപ്പും നോക്കിയിട്ട് പോകണം. അതും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രൊപ്പോസൽ. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ ഡേറ്റ കളക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, സാമ്പിളിംഗിൽ നിന്നുണ്ടായിരുന്നു, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, മെഷർമെന്റ് എറർ. അതുപോലെ നമ്മുടെ റിസർച്ച് പ്രൊപ്പോസൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ച് പ്രൊപ്പോസൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യില്ല, അതിന്റെ എന്താണ് പ്രോസസ്സ്, എന്തൊക്കെ പ്രോസസ്സാണ് ഒരു റിസർച്ച് പ്രൊപ്പോസൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ നോട്ട്സ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദ ലാസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ഷുവറാണ് സാമ്പിളിംഗിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ് 2 മാർക്കിന് ചോദിക്കും, 5 മാർക്കിന് ചോദിക്കും, എസ്സേക്കും പ്രതീക്ഷിക്കണം സാമ്പിളിംഗ്. അപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ആ സാമ്പിളിംഗ് എന്താണെന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് നല്ല രീതിയിൽ സാമ്പിളിംഗ് എന്ത് ചെയ്യണം, ഡീപ്പാക്കി പഠിച്ചിട്ടുണ്ട് ഓണം പോവാൻ. സാമ്പിളിംഗിൽ നിന്നൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊന്നും വേണ്ട, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്നുള്ളത് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എസ്സേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ ക്ലാസ്സിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.